ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിലും അതേപോലെ നമ്മുടെ സ്വന്തം വെബ്സൈറ്റിലൂടെയുമൊക്കെ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് കൺസൾട്ടൻസിനെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യലി തന്നെ നമുക്ക് 2000 റുപ്പീസൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കും. ഒരു 10-15 മിനിറ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ മതിയാകും. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ തന്നെ എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണമെന്നുമില്ല. പക്ഷേ നമ്മൾ ഇ-കൊമേഴ്സ് സ്പേസിലേക്ക് കടന്നു വരുവാണെങ്കിൽ അത് മാൻഡേറ്ററി ആണ്. പിന്നെ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം നമ്മൾ മാസം ഇത് ഫയൽ ചെയ്യണം. ഫയൽ ചെയ്തില്ലെങ്കിൽ ഫൈനൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മാസം ഫയൽ ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം GST രജിസ്ട്രേഷൻ ചെയ്യുക. GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടതാണ്. പാൻ കാർഡ് വേണം, ആധാർ നമ്പർ വേണം, നിങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നതെങ്കിൽ ആ റെൻ്റൽ അഗ്രിമെൻറ്റ് ഉണ്ടാവണം. ഇനി റെൻറ്റ് തന്നിരിക്കുന്ന ലാൻഡ് ലോഡിൻ്റെ NOC സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇനി നിങ്ങളുടെ സ്വന്തം വീടാണ്, പക്ഷേ അച്ഛൻ്റെയൊക്കെ പേരിലാണെങ്കിൽ ഈ വീട്ടിൽ ഇന്ന റൂമിൽ ബിസിനസ് ചെയ്യാൻ എൻ്റെ മകനെ അനുവദിച്ചുകൊള്ളാം, മകളെ അനുവദിച്ചുകൊള്ളാമെന്ന് നിങ്ങളുടെ ഫാദറോ മദറോ നിങ്ങൾക്ക് എഴുതിത്തരുന്ന ഒരു NOC സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ആ കേസിൽ. ഇനി അതല്ല നിങ്ങളുടെ സ്വന്തം തന്നെയാണ്, നിങ്ങളുടെ പേരിൽ തന്നെയാണെങ്കിൽ നിങ്ങളുടെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെയുള്ള ടാക്സ് പേ ചെയ്തിരിക്കുന്ന റെസിപ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സൊക്കെ കരുതിയിട്ടുണ്ടാവണം. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് HSN നമ്പറാണ്. നിങ്ങൾ എന്ത് സാധനമാണോ ഇതിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഓരോ സാധനത്തിനും ഓരോ HSN നമ്പർ ഉണ്ടാകും. ആ ഒരു HSN നമ്പറും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തുടർന്ന് ഈ വീഡിയോ അങ്ങോട്ട് കാണുക. ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ GST രജിസ്ട്രേഷൻ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം GST എടുക്കാൻ വേണ്ടിയിട്ട് ഈ GST പോർട്ടലിലേക്കാണ് പോകേണ്ടത്. www.gst.gov.in എന്നുള്ളതാണ്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. ഇതിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സർവീസസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം നിങ്ങൾ ആരാണ്, ഐ ആം എ ടാക്സ് പെയർ ആണോ, ടാക്സ് ഡിഡക്ടർ ആണോ, GST പ്രാക്ടീഷണർ ആണോ, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണോ തുടങ്ങി കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടാക്സ് പെയർ ആണ്. അപ്പോൾ നമ്മൾ ടാക്സ് പെയർ ആണ് എന്നുള്ള കാര്യം ഇവിടെ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ബിസിനസ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. കർണാടകയാണ് ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ലീഗൽ നെയിം ഓഫ് ദ ബിസിനസ്. ഇവിടെ നമ്മുടെ പാൻ കാർഡിലുള്ള പേരാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് സ്വന്തമായിട്ട് പാൻ നമ്പർ ഉണ്ടെങ്കിൽ അതിലുള്ള പേര് മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല നമ്മൾ സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേര് പാൻ കാർഡിലുള്ള പേര് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ ആ ഒരു പേര് കൊടുക്കുക. താഴെ പാൻ നമ്പർ കൊടുക്കുക. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അതിനുശേഷം ഈ ക്യാപ്ച ഉണ്ട്. ആ ക്യാപ്ച ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ മൊബൈൽ OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇമെയിലിൽ വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഈ പാർട്ട് A കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതാണ് നമുക്കൊരു TRN നമ്പറൊക്കെ കിട്ടും. ഈ TRN നമ്പറൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഈ TRN നമ്പർ ഞാനിപ്പോൾ തൽക്കാലം കോപ്പി ചെയ്ത് വേറെ അടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ പാർട്ട് B ഇനി ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തത് പാർട്ട് A ആണ്. ഇനി പാർട്ട് B കൂടി നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ ഈ TRN നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ മൊബൈലിലും ഇമെയിലിലും OTP വന്നിട്ടുണ്ട്. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ GST രജിസ്ട്രേഷൻ്റെ പാർട്ട് A കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പാർട്ട് B ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ട് B ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ബിസിനസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ബിസിനസ് ഡീറ്റെയിൽസിൻ്റെ അവിടെ നമ്മുടെ പേരും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഓൾറെഡി പ്രീഫിൽഡ് ആയിട്ട് വരും. ട്രേഡ് നെയിം, എന്ത് പേരിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ അടിച്ചു കൊടുക്കുക. പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ അഡീഷണൽ ട്രേഡ് നെയിം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നെയിം ഓഫ് ദ സ്റ്റേറ്റ് എവിടെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ് ഇവിടെ പ്രീഫിൽഡ് ആയിട്ട് തന്നെ വരും. കാരണം നമ്മൾ പാർട്ട് എയിൽ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഓപ്ഷൻസും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല.
എന്തുകൊണ്ടാണ് GST രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്നുള്ളതിന് വോളണ്ടിയറി ബേസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. വോളണ്ടിയറി ബേസിസും കൊടുക്കാം, സെല്ലിംഗ് ത്രൂ e-commerce പോർട്ടലും കൊടുക്കാം. വോളണ്ടിയറി ബേസിസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം എന്നു മുതലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കാം. ഒരു പാസ്റ്റ് ഡേറ്റാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുക, ഫ്യൂച്ചർ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ബിസിനസ്സിന് എന്തെങ്കിലുമൊക്കെ വേറെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, പഞ്ചായത്ത് ലൈസൻസോ ഉദ്യം രജിസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം ഇവിടെ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ കൊടുത്തിട്ട് ആ ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. അതില്ലെങ്കിൽ ഈ കാര്യം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ പ്രൊമോട്ടർ ആൻഡ് പാർട്ട്ണറിൻ്റെ ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത്. ഇവിടെ കുറേയധികം കാര്യങ്ങളൊക്കെ പ്രീഫിൽഡ് ആയിട്ട് വരും. ഫാദറിൻ്റെ നെയിം പ്രീഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. ഫാദറിൻ്റെ നെയിം നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുക്കുക. ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ എന്നുള്ള സ്ഥലത്ത് ഈ ഡെസിഗ്നേഷൻ, ഈ ബിസിനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് എന്നുള്ള ഇത് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഓണറെന്നോ പ്രൊപ്പറേറ്ററെന്നോ കൊടുക്കാം. ഞാനിവിടെ പ്രൊപ്പറേറ്റർ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പാസ്പോർട്ട് നമ്പറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പാസ്പോർട്ട് നമ്പറൊക്കെ ഫോറിനർ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതിയാവും. താഴെ നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 100 KB താഴെയുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുവാണ്. ഇവിടെ ഈ ഒരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് നമ്മളെ തന്നെ ഇത് ആദ്യം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അത് മാറ്റിയിട്ട് യെസ് ആക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ പേരാണ് ഇവിടെ, ഡീറ്റെയിൽസാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ തന്നെയാണ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രീഫിൽഡ് ആയിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ അഡ്രസ്സും നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്റ്റെപ്പിൽ കൊടുത്തത് തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ആകും. എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. വേറെ ആരെങ്കിലുമൊക്കെയാണ് നമ്മൾ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് നിയമിക്കുന്നതെങ്കിൽ അവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ പ്രൊപ്പറേറ്റർ ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. GST പ്രാക്ടീഷണറൊക്കെ നമുക്ക് ഓൺ ബിഹാഫ് ഓഫ് അസ് അവർ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, നമ്മൾ എവിടെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. എവിടെയാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. നിങ്ങൾ റെൻറ്റഡ് പ്ലേസിലാണ് ചെയ്യുന്നതെങ്കിൽ ആ റെൻ്റ് എടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സൊക്കെ കൊടുക്കുക. ഇനി നിങ്ങളുടെ സ്വന്തം വീടാണെങ്കിൽ ആ വീടിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ നമ്മുടെ ലോക്കൽ GST ഓഫീസ് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യണം. ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ വരും. ആ ഒരു വരുന്ന ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കമ്മീഷൻ റേറ്റ്, ബാക്കി എല്ലാ കമ്മീഷൻ റേറ്റ് ഏതാണ്, ഡിവിഷൻ ഏതാണ്, എല്ലാം നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ നേച്ചർ ഓഫ് പൊസഷൻ ഓഫ് പ്രിമൈസസ്, സ്വന്തം ബിൽഡിംഗ് ആണോ വാടകയ്ക്കാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ കേസിൽ ഇത് റെൻറ്റഡ് ആണ്. ഓൺ ഹൗസ് ആണെങ്കിൽ നിങ്ങൾ കറണ്ട് ബില്ലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റെൻറ്റഡ് ആണെങ്കിൽ നമുക്ക് റെൻ്റൽ അഗ്രിമെൻറ്റും NOCയും ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ പ്രൂഫ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് നമുക്ക് റെൻ്റൽ അഗ്രിമെൻറ്റ് കൊടുക്കാം. PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റാണ്. പരമാവധി 1.95 MB ആണ് സൈസ് പറയുക. ഇവിടെ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ 2 ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്തതിന് ശേഷം നേച്ചർ ഓഫ് ബിസിനസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ e-commerce വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യുമ്പം റീറ്റെയിൽ ബിസിനസ് എന്നുള്ള ഈ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ അവരുടെ വെയർ ഹൗസിൽ വെച്ച് നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാം. പക്ഷേ അങ്ങനെ കൊടുക്കുന്ന പക്ഷം അതിൻ്റെ ഡോക്യുമെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു ഡോക്യുമെൻറ്റ് ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഭാഗത്ത് നമ്മൾ റിസീവ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സൊക്കെ എക്സ്പാൻഡ് ആയിട്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് GST പോർട്ടലിൽ കയറി എഡിറ്റ് ചെയ്താൽ മതിയാവും. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. ഇവിടെ നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് HSN നമ്പർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യുന്നത് അതിൻ്റെ HSN നമ്പർ അറിഞ്ഞു വയ്ക്കുക. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ തന്നെ അതിൻ്റെ HSN നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. എന്താണ് നിങ്ങൾ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. ഈ ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആധാർ ഓതൻറ്റിക്കേഷനാണ്. ആധാർ കാർഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് ഉപയോഗിച്ചിട്ട് സൈൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് ഈ ഒരു ചെക്ക് ബോക്സ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നെയിം ഓഫ് ഓതറൈസ് സിഗ്നേറ്ററി, നമ്മുടെ പേര് ഇവിടെ ചൂസ് ചെയ്യുക. പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് വിത്ത് EVC എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
DSC എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ആധാർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് EVC എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ OTP വന്നിട്ടുണ്ടാകും. ആ ഒരു OTP ഇതിലടിച്ചു കൊടുക്കണം. അതിനുശേഷം വാലിഡേറ്റ് OTP എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് സക്സസ് ആയിട്ടുണ്ട്. ഒരു ARN നമ്പർ നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതാണ്. ഇനി അവർ ചെക്ക് ചെയ്തിട്ട് ഇത് റിജക്റ്റഡ് ആയോ അതോ അക്സെപ്റ്റ് ആയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് സാധാരണയായിട്ട് ഒരു 10-14 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതാണ്. അല്ലാത്ത പക്ഷം അത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കാരണം സഹിതം അവർ വിശദീകരിക്കുന്നതാണ്. റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ അവർ അതിൽ പറഞ്ഞിട്ടുണ്ടാകും. അത് റെക്ടിഫൈ ചെയ്തിട്ട് വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ARN നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും ലോഗിൻ ചെയ്യാനുമൊക്കെ ഇത് യൂസ്ഫുൾ ആവും. അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എനിക്ക് പറയാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.